ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ട്രാവലിലാണ്. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് തിരക്കായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇങ്ങനെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളിലും ഒക്കെ വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി നല്ല വെയിലാണ്, നല്ല ചൂടാണ്. കാലിൽ AC ഇട്ടിട്ട് ഒരു രക്ഷയില്ല. ചൂട് കൂടി വരികയെന്ന് തോന്നുന്നു. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ എന്തോ നല്ല ചൂടാണ്, ഒരു പുകയാണ് ഇവിടെ ഇരുന്ന്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ട്. അപ്പം ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് വരും. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിലിയർ ആവാനുള്ള കാരണം? അല്ലെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മളതിൽ ഫെയിലായി. അതെപ്പോഴേലും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് അതിനെ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഫെയിൽ ആവാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര മാത്രം വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിപ്പം ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് ആ ഒരു വോളിയത്തിൽ ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഒരു കോയിൻ എടുക്കുകയാണെങ്കിൽ കോയിനുള്ള 2 ഫേസ് ആണ്, ഹെഡ് ഓർ ടെയിൽ. ഒരു വട്ടം ഇട്ടുമ്പോൾ നമുക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും വീഴുന്നുണ്ടാവുക. അതൊരു നമ്പർ ഓഫ് ടൈംസ് ഇട്ടാലോ 2 ഹെഡോ അല്ലെങ്കിൽ 2 ടെയിലോ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെയാണ് നമ്മുടെ കാര്യങ്ങളും. കാര്യം നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നോ, എത്രത്തോളം നമ്മുടെ എഫേർട്ട് എടുക്കുന്നു. നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ നമുക്കത് കിട്ടിയില്ല എന്നാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും. അതെന്താണ്, എങ്ങനെയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ, അല്ല പഠിക്കണം എന്നും വിചാരിച്ചിരുന്ന് പഠിക്കാറില്ല. അപ്പോൾ എനിക്ക് 2 മാർക്കിനും 10 മാർക്കിനും ഒക്കെ വെച്ചിട്ട് ആ എക്സാം എനിക്ക് ക്ലിയർ ആവാൻ പറ്റാണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എടുക്കുന്ന എഫേർട്ട് എൻ്റെ 100% എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ എഫേർട്ട് ഇടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു ടേംസിലായിരുന്നു. അപ്പം ഈ പറഞ്ഞ എടുക്കുന്ന വോളിയം, ഇപ്പം ഈ പറഞ്ഞ പഠിക്കുന്ന കേസാണെങ്കിൽ പോലും ഞാനത് നമ്പർ ഓഫ് ടൈംസ് കൂട്ടുകയാണ്. എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എനിക്ക് ആ ഒരു സമയത്ത് ടൈം കാര്യങ്ങളും ഒന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ടും ഒന്നും മാനേജ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ടുമാണ് എനിക്ക് ആ ഒരു സമയത്ത് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ട് പോയത്. അപ്പം ഞാൻ എത്രത്തോളം സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നു അത്രത്തോളം അതിൻ്റെ റിസൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എടുക്കുന്ന ആ വോളിയത്തിനാണ് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇനി ഇപ്പം യൂട്യൂബ് വീഡിയോയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു വീഡിയോ ഇട്ടു, അല്ലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഓക്കെ. ഒരു 2 വീഡിയോ ഇട്ടു, 2 വീഡിയോ ഇട്ടപ്പോൾ ആ 2 വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്, 2 വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യാനും അങ്ങനെ എൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിർത്തി. എന്നിട്ട് ഞാൻ അടുത്ത ദിവസം നോക്കും, അയ്യോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അയ്യോ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല, ഇങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് വിൽ ഫോളോ. ആ ഒരു കൺസെപ്റ്റിനെ, അല്ല ആ ഒരു കാര്യത്തെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. റിസൾട്ട് വന്നോളൂ. നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി എന്താണോ അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ, ഇപ്പം എൻ്റെ തന്നെ വീഡിയോയ്ക്കാണെങ്കിൽ ചിലതിന് നല്ല റീച്ച് ഉണ്ടാവും, ചിലതിന് റീച്ച് ഉണ്ടാവില്ല. ബട്ട് ഐ ഡോണ്ട് കെയർ, അത്രേ ഉള്ളൂ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പം ഈ 50 ഡേ ചലഞ്ച് എടുത്തുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം ഞാൻ ഒരു രീതിയിലും മുടക്കം വരാതെ ഇതുവരേക്കും പോയി. അപ്പോൾ അത് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ശരിയാണ്, പല സ്ഥലങ്ങളിലും വെച്ച് എനിക്ക് വീഡിയോ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കത്തില്ല ഡെയിലി ഇപ്പോൾ. അപ്പോൾ അതിന് കാരണം ഇതാണ്, ഞാൻ പലയിടത്തും ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നതാവാം, അല്ലെ വേറെ എന്തെങ്കിലും കാര്യത്തെ തിരക്കാവാം. എനിക്ക് പക്ഷേ വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ മൈൻഡിൽ ആ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ. സോ എടുക്കുന്ന വീഡിയോ നല്ലതായിരിക്കണം, നല്ല കണ്ടന്റ് ഉള്ളതായിരിക്കണം. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ആകും. അത് ഇപ്പോൾ പറഞ്ഞ പോലെ റിസൾട്ട് വിൽ ഫോളോ. എവിടെയെങ്കിലും ക്ലിക്ക് ആവും. അന്നും വെച്ച് ഞാൻ 2 ദിവസം ചെയ്തു, ഓക്കെ, പിന്നെ ഇനി ഒരാഴ്ചത്തേന് വേണ്ടില്ല, 1 മാസത്തേന് വിട്ടു, പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരുന്നാൽ ഈ പറഞ്ഞ പോലെ നടക്കത്തില്ല. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യാനുള്ള മാക്സിമം എന്ന് തന്നെയാണ് ഞാൻ പറയണത്, മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ അത് ആ വോളിയം, നമ്മുടെ ഉള്ളിലെ ആ വോളിയം നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠന കാര്യത്തിലാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ HR ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് CV അയക്കാറുണ്ട്, എന്നെ എങ്ങും എടുക്കാനുള്ള. എന്താണ് കാരണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ദിവസം കിട്ടുന്ന CV എന്ന് പറയുന്നത് N നമ്പർ ഓഫ് CVs കിട്ടുന്നുണ്ട്.
അപ്പം എല്ലാവരെയും ഒറ്റ ദിവസത്തിൽ നമുക്ക് കോൾ ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പല ജോലി വേണം എന്ന് അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ആപ്റ്റ് ആവുന്ന പല സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും എവിടുന്നേലും ഒരു കോൾ വരും. ഏതെങ്കിലും ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ഇതുപോലെ HR-ൻ്റെ അടുത്തുനിന്ന് കോൾ വരും. പക്ഷേ ഞാൻ കുറേ അയക്കുന്നു, എനിക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ നിർത്താൻ പോവുക, ഇത് ശരിയാവത്തില്ല, ഞാൻ വെറുതെ ഇങ്ങനെ പഠിച്ച് നെഗറ്റീവ് അടിക്കാൻ പോയാൽ നമ്മൾ പോവും. അതിൽ ഒരു കാര്യമില്ല. റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ആ വോളിയം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മാക്സിമം വർക്ക് ചെയ്യുക, എന്തായാലും നടന്നിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.